ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യനായകനെ ശിവ സംവിധാനം ചെയ്ത് നവംബർ 14 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് കങ്കുവ. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം 40 കോടി രൂപയും രണ്ടാം ദിവസം 14 കോടി രൂപയും മൂന്നാം ദിവസം 16 കോടി രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച 14 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കങ്കുവ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 84 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം കങ്കുവയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 58 കോടി 62 ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് 89 കോടി 32 ലക്ഷം രൂപയും മൂന്നാം ദിവസമായ ശനിയാഴ്ചയുടെ 127 കോടി 64 ലക്ഷം രൂപയുമാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയുടെ ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക കളക്ഷൻ ഏകദേശം 160 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. കേരളത്തിൽ ആദ്യ 4 ദിവസം കൊണ്ട് 5 കോടി 70 ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ അഞ്ചാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച 30 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് 6 കോടിയോളം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ അഞ്ചാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 6 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ 5 ദിവസം കൊണ്ട് 90 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നായകനായി വെങ്കി അല്ലൂരി തിരക്കഥഴി സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയെടുത്ത സിനിമയാണ് ലക്കി ഭാസ്കർ. ചിത്രത്തിന്റെ ആദ്യ 18 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 18ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 70 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത്. ആദ്യ 18 ദിവസത്തെ കേരള കളക്ഷൻ 20 കോടി 5 ലക്ഷം രൂപയുമാണ്. ഈ സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 101 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 18 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരം 111 കോടി രൂപയാണ് ഈ സിനിമ 18 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. 19ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടിക്ക് മുകളിൽ തന്നെയാണ്. അങ്ങനെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 102 കോടി രൂപയും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 112 കോടി രൂപയാണ് ലക്കി ഭാസ്കർ കരസ്ഥമാക്കിയിട്ടുള്ളത്. അല്ലു അർജുൻ നായകനായി സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമയാണ് പുഷ്പ 2. രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർ കൂടി അഭിനയിക്കുന്ന ഈ സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ട്രെൻഡിംഗിൽ വമ്പൻ സ്കോർ നേടിയെടുത്തിരിക്കുന്ന ഈ ട്രെയിലർ ആദ്യ 24 മണിക്കൂറിന് മുന്നേ തന്നെ 100 മില്യൺ വ്യൂസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററെടുത്ത ഈ സിനിമ 6 ഭാഷകളിൽ, അതായത് ബംഗാളി, കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ 49 മില്യൺ ഹിന്ദിയിലും 46 മില്യൺ തെലുങ്കിലും 5.2 മില്യൺ തമിഴിലും 1.9 മില്യൺ മലയാളത്തിലും 1.9 മില്യൺ കന്നഡയിലും 9 ലക്ഷം ബംഗാളിയിലുമാണ് വ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ റെക്കോർഡ് നേട്ടമാണ് പുഷ്പ 2വിന്റെ ട്രെയിലർ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.